എല്ലാവരും ഇരിക്കുക. നവൈത്തുൽ ഇഅ്തികാഫ ഫീ ഹാദൽ മസ്ജിദി ലില്ലാഹി തആല. അല്ലാഹുവിൻ്റെ പൊരുത്തത്തിലായി ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അല്ലാഹു നമുക്ക് മാപ്പ് ചെയ്ത് തരുമാറാവട്ടെ. തെറ്റുകളും കുറ്റങ്ങളും ചെയ്യാത്ത ശിഷ്ടകാല ജീവിതം തന്ന് അല്ലാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഹബീബായ നബി മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹൃദയം നിറഞ്ഞ് സ്നേഹിക്കുകയും ജീവിക്കുന്ന കാലത്ത് അവിടുത്തെ പൊരുത്തം കരഗതമാക്കുകയും അന്ത്യനാളിൽ അവിടുത്തെ തിരുകരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കുകയും ചെയ്യുന്ന സൗഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നേരങ്ങളെ തന്നിട്ടുള്ളത് പകലും രാത്രിയുമായിട്ടാണ്. പകലും രാത്രിയുമായി നമുക്ക് അല്ലാഹു നിശ്ചയിച്ചു തന്ന നേരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായ, ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു നേരത്തെ അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായി സത്യം ചെയ്തും അല്ലാതെയും നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ആ നേരമാണ് പ്രഭാതം എന്ന് പറയുന്ന നേരം. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാരണം ചെയ്യാൻ ജൂതന്മാരായിട്ടുള്ള ആളുകൾ ശ്രമം നടത്തിയപ്പോൾ ആ മാരണത്തിൽ നിന്ന് സംരക്ഷണമേകാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു കൊടുത്ത പരിശുദ്ധ ഖുർആനിലെ അധ്യായങ്ങളാണ് സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സകലമാന പ്രയാസങ്ങളിൽ നിന്നും കാവൽ നൽകാൻ കാരണമാകുന്ന രണ്ടധ്യായങ്ങളായി മുഅവ്വിദത്തൈൻ, കാവൽ നൽകുന്ന രണ്ടധ്യായങ്ങൾ എന്ന പേരിൽ അവതരിപ്പിച്ചു കൊടുത്തിട്ടുള്ള ഈ രണ്ട് അധ്യായങ്ങളുടെ അവതീർണതയോടെ മറ്റെല്ലാ ദിക്റുകളും മാറ്റിവെച്ച് ഞാൻ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും കാവൽ തേടാൻ ഈ അധ്യായങ്ങളെയാണ് ഉപയോഗിക്കാറുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ രണ്ട് സൂറത്തുകളാണ് സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ്. അതിൽ ഈ പറഞ്ഞ മാരണവുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളിൽ നിന്നുള്ള കാവലിനെ പഠിപ്പിക്കുന്ന സൂറത്തുൽ ഫലഖാണ്. സൂറത്തുൽ ഫലഖ് എന്ന് പറഞ്ഞാൽ പ്രഭാതത്തിന്റെ അധ്യായം എന്നാണ്. ആ അധ്യായം ആരംഭിക്കുന്നത് ഖുൽ, നബിയെ ഇങ്ങനെ പറഞ്ഞ് ദുആ ചെയ്യണം. എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്? അഊദു ബിറബ്ബിൽ ഫലഖ്, പ്രഭാതത്തിന്റെ നാഥനോട് ഞാൻ കാവൽ തേടുന്നു. മിൻ ശർരി മാ ഖലഖ വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ വമിൻ ശർരി നഫാസാതി ഫിൽ ഉഖദി വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും, സൃഷ്ടികളിൽ നിന്ന് അഭിമുഖീകരിക്കേണ്ടി വരുന്ന സകല പ്രയാസങ്ങളിൽ നിന്നും പ്രഭാതത്തിന്റെ നാഥനോട് ഞാൻ കാവൽ തേടുന്നു എന്ന് പറയണം. രാത്രിയിൽ ഉണ്ടാവുന്ന പ്രയാസങ്ങളിൽ നിന്നും കാവൽ തേടേണ്ടത് പ്രഭാതത്തിന്റെ നാഥനോടാണ്. മിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ, ഇരുൾമുറ്റിയ രാത്രികളിൽ ഉണ്ടാകുന്ന പ്രയാസ സാഹചര്യങ്ങളിൽ നിന്ന് പ്രഭാതത്തിന്റെ നാഥനോട് കാവൽ തേടുന്നു എന്ന് പറയണം. വമിൻ ശർരി നഫാസാതി ഫിൽ ഉഖദ്, കെട്ടുകളിൽ ഊതി മാരണം ചെയ്യാൻ ശ്രമിക്കുന്ന സ്ത്രീകളെ ഉപയോഗപ്പെടുത്തി മാരണം ചെയ്യുന്ന ആ കൂട്ടം ആളുകൾ. നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ മാരണം ചെയ്യാൻ ജൂതനായ ഒരാൾ അയാളുടെ പെൺമക്കളെ ഉപയോഗിച്ച് പ്രത്യേക കെട്ടുകൾ നൂലുകളിൽ ബന്ധിച്ച് അങ്ങനെയൊക്കെയായിരുന്നു ശ്രമം നടത്തിയിരുന്നത്. അവരിൽ നിന്നുണ്ടാവുന്ന പ്രയാസങ്ങളിൽ നിന്ന് കാവൽ തേടാനും പ്രഭാതത്തിന്റെ നാഥനോട് കാവൽ തേടുന്നു എന്ന് പറയണം. വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, അസൂയക്കാർ അസൂയ വെക്കുമ്പോൾ സംഭവിച്ചേക്കാവുന്ന പ്രയാസങ്ങളിൽ നിന്ന് കാവൽ തേടാനും പ്രഭാതത്തിന്റെ നാഥനോട് ഞാൻ കാവൽ തേടുന്നു എന്നങ്ങ് പറയണം എന്നാണ് ആ സൂറത്തിന്റെ അർത്ഥങ്ങളുടെ ആകത്തുക. എന്തുകൊണ്ടായിരിക്കണം സകലമാന പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹുവിനോട് കാവൽ തേടാൻ അള്ളാഹുവിന്റെ വിശേഷണമായി പരിചയപ്പെടുത്തിയത് പ്രഭാതത്തിന്റെ നാഥൻ എന്നാണ്. അള്ളാഹു പ്രഭാതത്തിന്റെ മാത്രം നാഥനല്ല, പ്രദോഷത്തിന്റെ കൂടി നാഥനാണ്. എല്ലാ നേരങ്ങളും തന്നിട്ടുള്ളത് അവനാണ്. പക്ഷേ നേരങ്ങളിൽ വിശിഷ്ടമായ, പ്രാധാന്യത്തോടെ എടുക്കേണ്ട, ഗൗരവത്തോടെ കാണേണ്ട ഒരു നേരമാണ് പ്രഭാതം എന്നുള്ള നിലയിലാണ് പ്രഭാതത്തിന്റെ നാഥൻ എന്ന് ആ നാഥനെ വിളിച്ചുകൊണ്ട് കാവൽ തേടണമെന്ന് സകലമാന പ്രയാസങ്ങളിൽ നിന്നുമുള്ള കാവൽ തേടാൻ അള്ളാഹു നൽകിയ ശാസനയായി പരിശുദ്ധ ഖുർആൻ പറയുന്നത്.
പരിശുദ്ധ ഖുർആൻ അവിടെ മാത്രമല്ല, പലയിടങ്ങളിലായി ഈ രാവിലെ എന്ന് പറയുന്ന സമയത്തിന്റെ പ്രത്യേകത സൂചിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ മറ്റൊരു അധ്യായം അൽ ഫജർ, പ്രഭാതം, അതിന്റെ മറ്റൊരു പദപ്രയോഗമാണ് അൽ ഫജർ. പ്രഭാതം എന്നാണ് ആ അധ്യായത്തിന്റെയും അർത്ഥം. അധ്യായം ആരംഭിക്കുന്നത് വൽ ഫജർ, പ്രഭാതമാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ടാണ്. പ്രഭാതമാണ് സത്യം എന്ന് പറഞ്ഞ് പിന്നെ വലയാലിനാശർ, 10 രാത്രികളാണ് സത്യം എന്ന് പറയുന്നുണ്ട്. 10 രാത്രികളെ പറയുന്നതിന് മുമ്പ് പകലിലെ ഒരു ചെറിയ സമയത്തെയാണ് സത്യം ചെയ്തത്. വൽ ഫജർ, പ്രഭാതമാണ് സത്യം. അവിടെയും പ്രഭാതത്തിന്റെ, പ്രഭാത പ്രാർത്ഥനകളുടെ, പ്രഭാതത്തിൽ ഒരു ദിവസത്തിനായി നമ്മൾ ഒരുങ്ങേണ്ടതിന്റെ ഒക്കെ പ്രാധാന്യം പഠിപ്പിക്കുന്നതായി കാണാം. മറ്റൊരിടത്ത് വല്ലൈലി ഇദാ അസ്അസ വസ്സുബ്ഹി ഇദാ തനഫസ് എന്ന് പരിശുദ്ധ ഖുർആൻ സത്യം ചെയ്ത് പറയുന്നതായി കാണാം. പിന്തിരിഞ്ഞു പോകുന്ന രാവാണ് സത്യം, പുലർന്നു വരുന്ന പ്രഭാതമാണ് സത്യം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്തിനെ പ്രസ്താവിക്കുന്ന സത്യവാചകം പറയുന്നിടത്താണ് അത് പറയുന്നത്. വല്ലൈലി ഇദാ അസ്അസ വസ്സുബ്ഹി ഇദാ തനഫസ്, പിന്തിരിഞ്ഞു പോകുന്ന രാവാണ് സത്യം, പുലർന്നു വരുന്ന പ്രഭാതമാണ് സത്യം. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം. ഈ പരിശുദ്ധ ഖുർആനിലെ വാക്കുകൾ സത്യസന്ധനായ, മാന്യനായ ഒരു റസൂലിന്റെ വചനങ്ങളാണ് എന്ന് പറഞ്ഞ് അള്ളാഹു പറയുന്നിടത്ത് പിന്തിരിഞ്ഞു പോകുന്ന രാവും പുലർന്നു വരുന്ന പകലും എന്നാണ് പരാമർശിച്ചിട്ടുള്ളത്. രാവുകൾ പിന്തിരിഞ്ഞു പോവുകയും പകലുകൾ പുലർന്നു വരികയും ചെയ്യുന്നു എന്നത് ഇരുളുകളും പ്രയാസങ്ങളും തീർന്ന് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും പുലരി ഏത് ഇരുളുകളിലും വിശ്വാസി പ്രതീക്ഷിക്കേണ്ടതുണ്ട് എന്ന ഒരു പാഠമാണത് നൽകുന്നത്. ഇരുണ്ട രാവുകളും ഗർഭം ചുമന്നിരിക്കുന്നത് പ്രകാശമാനമായ ഒരു പ്രഭാതത്തെയാണ് എന്ന സന്ദേശമാണ്. അത് പ്രതിസന്ധികളിൽ നമുക്ക് കരുത്ത് നൽകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ രാത്രിയെ പറഞ്ഞതിന് ശേഷം പകലിനെ പറയുകയും, രാത്രിയെക്കുറിച്ച് പറയുമ്പോൾ അത് പിന്തിരിഞ്ഞു പോകുന്ന എന്ന് പറഞ്ഞ് സത്യം ചെയ്യുകയും, പകൽ പുലർന്നു വരുന്ന എന്ന് പറഞ്ഞ് സത്യം ചെയ്യുകയും ചെയ്യുന്നതും പ്രതീക്ഷയുടെ നേരമാണ് പ്രഭാതം എന്ന് പഠിപ്പിക്കാനാണ്. അതുകൊണ്ടാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ, അല്ലാഹുവേ എൻ്റെ സമുദായത്തിന് അവരുടെ പ്രഭാതങ്ങളിൽ നീ ബർക്കത്ത് കൊടുക്കണം എന്ന് ദുആ ചെയ്തിട്ടുള്ളത്. മറ്റൊരു ഹദീസിൽ ബൂരിക ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ എന്ന് പറയുന്നുണ്ട്. ബർക്കത്ത് കിട്ടിയിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ബർക്കത്ത് നൽകണേ എന്ന പ്രാർത്ഥനയാണ് ഒരു ഹദീസെങ്കിൽ, എൻ്റെ ഉമ്മത്തിന് അവരുടെ പ്രഭാതങ്ങളിൽ ബർക്കത്ത് നൽകപ്പെട്ടിട്ടുണ്ട് എന്നാണ് മറ്റൊരു ഹദീസ്. നമുക്ക് ബർക്കത്ത് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള നേരമാണ് പ്രഭാതം. അതുകൊണ്ട് പ്രഭാതം പ്രാർത്ഥനയുടെ നേരമാണ്, അള്ളാഹുവിൽ പ്രതീക്ഷ വെച്ച് പുലർത്തേണ്ട നേരമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറ്റൊരു ഹദീസുണ്ട്. മൻ സല്ലൽ ഗദാത ഫീ ജമാഅത്തിൻ ثم قعد حتى تطلع الشمس كانت له كأجر حجة وعمرة താമ്മ എന്ന് 3 തവണ താമ്മ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്ന ഒരു ഹദീസാണ്. ഒരാൾ സുബ്ഹ് നിസ്കാരം ജമാഅത്തായി നിർവഹിച്ചു. അതിനുശേഷം അയാൾ പള്ളിയിലിരുന്നത് ഏതുവരെ? സൂര്യോദയം വരെ അയാൾ പള്ളിയിൽ തന്നെ ഇരുന്നു. ثم قعد يذكر اسم الله تعالى, അങ്ങനെയാണ് ഹദീസ്. ثم قعد يذكر اسم الله تعالى حتى تطلع الشمس. അല്ലാഹുവിനെ കുറിച്ചുള്ള ആലോചനകളിലായി സുബ്ഹ് ജമാഅത്തായി നിർവഹിച്ചതിന് ശേഷം പള്ളിയിൽ തന്നെ അങ്ങനെ അല്ലാഹുവിനെ കുറിച്ചുള്ള ആലോചനകളിൽ കഴിഞ്ഞുകൂടി. ثم صلى ركعتين, സൂര്യോദയം സംഭവിച്ച് കുറച്ച് കഴിഞ്ഞപ്പോ 2 റക്അത്ത് നിസ്കരിക്കുക കൂടി ചെയ്തു. സലാത്തുൽ ഇശ്റാഖ് അല്ലെങ്കിൽ സലാത്തുൽ ദുഹ, 2 റക്അത്ത് നിസ്കരിക്കുക കൂടി ചെയ്തു. അങ്ങനെ ചെയ്താൽ അതിന് നൽകുന്ന പ്രതിഫലമായി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാനത്ത് ലഹു കഅജ്രി ഹജ്ജത്തിൻ വ ഉംറ, ഒരു ഹജ്ജും ഒരു ഉംറയും നിർവഹിച്ചാലുള്ള പുണ്യം അവൻ അല്ലാഹു നൽകും എന്നാണ്. അത് പറഞ്ഞ് അത് അതിശയോക്തിയല്ല എന്ന് പഠിപ്പിക്കാനാണ് താമ്മ 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 എന്ന് 3 തവണ ആവർത്തിച്ചത്. പൂർണ്ണമായ ഹജ്ജ്, പൂർണ്ണമായ ഉംറ, പൂർണ്ണമായ ഹജ്ജും പൂർണ്ണമായ ഉംറയും. പിന്നെയും പറഞ്ഞു പൂർണ്ണമായ ഹജ്ജും പൂർണ്ണമായ ഉംറയും നിർവഹിച്ചാൽ ലഭിക്കുന്നതിന്റെ പുണ്യം സുബ്ഹിന്റെ ജമാഅത്തിന് പള്ളിയിൽ എത്തി
ജമാഅത്ത് നിർവഹിച്ച് സൂര്യോദയം വരെ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റുകളിലായി കഴിഞ്ഞുകൂടി സൂര്യോദയാനന്തരം 2 റക്അത്ത് നിസ്കരിച്ച് അങ്ങനെ നിർവഹിക്കുന്ന വിശ്വാസിക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം ഒരു ഹജ്ജും ഒരു ഉംറയുമാണ്. ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ പ്രഭാതത്തിന് പടച്ച റബ്ബ് സമ്മാനിച്ചിട്ടുള്ള ബർക്കത്തിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ 365 ദിവസവും ഹജ്ജും ഉംറയും നിർവഹിക്കാനുള്ള അവസരമാണ് അള്ളാഹു നമുക്കായി നൽകിയിട്ടുള്ളത്. ഒരു വർഷത്തിൽ ഒരു തവണ മാത്രം നിർവഹിക്കപ്പെടുന്ന ആരാധനയാണ് ഹജ്ജ് എന്ന് നമുക്കറിയാം. വളരെ ശ്രേഷ്ഠതയുള്ള ആരാധന. അൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, സ്വർഗ്ഗമല്ലാതെ മറ്റെന്ത് പ്രതിഫലം കൊടുക്കാനാണ് ഈ ഹജ്ജിന് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹത്വം പറഞ്ഞ ആരാധന നിർവഹിക്കാൻ ഒട്ടേറെ കടമ്പകൾ കടക്കേണ്ടതുണ്ട്. ശാരീരികമായും സാമ്പത്തികമായുള്ള സൗകര്യങ്ങൾ ഒത്തുവരേണ്ടതുണ്ട്. എന്നാൽ 365 ദിവസവും ഹജ്ജ് ചെയ്യാൻ, 365 ദിവസങ്ങളും ഉംറ ചെയ്യാൻ നിങ്ങൾക്ക് അവസരമുണ്ട് എന്നാണ് ഈ ഹദീസിലൂടെ, തിർമിദി നിവേദനം ചെയ്യുന്ന ഈ ഹദീസിലൂടെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. എല്ലാ ദിവസത്തിലും എല്ലാ പ്രഭാതത്തിലും ഹജ്ജ് ചെയ്യാൻ അവസരം, എല്ലാ പ്രഭാതങ്ങളിലും ഉംറ ചെയ്യാൻ അവസരം. അതോടൊപ്പം അള്ളാഹു നിശ്ചയിച്ച ബർക്കത്തിനെ സ്വായത്തമാക്കാനുള്ള അവസരം. എല്ലാ ദിവസവും ബർക്കത്തിലായി പ്രവേശിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അബൂദർ റളിയല്ലാഹു അൻഹു ഈ പ്രഭാതവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ഹദീസുകളും ചർച്ചകളും നടത്തിയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, യൗമുക ജമലുക്, നിന്റെ ഒരു ദിവസത്തെ നീ നിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു ഒട്ടകത്തെ പോലെ കാണുക. യൗമുക ജമലുക്, നിന്റെ കയ്യിലുള്ള ഒരു ദിവസത്തെ നീ ഒരു ഒട്ടകത്തെ പോലെ കാണുക. ഇദാ അഖൽത റഅസഹു അതാക ദനബുഹു, ഒട്ടകത്തിന്റെ തലയെ നിനക്ക് പിടികൂടാൻ കഴിഞ്ഞാൽ അതിന്റെ വാലും നിന്നോടൊപ്പം ഉണ്ടാവുമല്ലോ. അതേപോലെയാണ് ഒരു ദിവസം, അഥവാ പ്രഭാതത്തെ പ്രാർത്ഥനാ നിരതമാക്കാൻ കഴിഞ്ഞാൽ, പ്രഭാതത്തെ അതിൻ്റെതായ അർത്ഥതലത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ അന്നത്തെ ദിവസം മുഴുവൻ ശുഭദിനമായിരിക്കും. അതുകൊണ്ടാണ് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ദുശ്ശഗുണബാധിത ദിനമായി സുബ്ഹ് ഖളാ ആയി പോകുന്ന ദിനത്തെ വിശേഷിപ്പിച്ചത്. ഒരാളുടെ ദിവസം ദുശ്ശഗുണമുള്ളതാകുന്നത് അയാൾ സുബ്ഹ് ഖളാ ആക്കുമ്പോഴാണ് എന്ന് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. കാരണം പ്രഭാതം ബറക്കത്തിന്റെ നേരമാണ്, പ്രഭാതം പ്രതീക്ഷയുടെ നേരമാണ്. പ്രഭാതം ഇരുളുകൾക്ക് ശേഷം വെളിച്ചം വരാനുണ്ട് എന്ന പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും ശേഷം അവകൾക്കൊക്കെ പൂരണമുണ്ടാകുന്ന ഒരു നിമിഷമുണ്ട് എന്ന സന്ദേശത്തിന്റെ നേരമാണ് പ്രഭാതം എന്ന് പറയുന്നത്. ആ നേരം ഉറങ്ങാനുള്ളതല്ല, ആ നേരം അലസമായി കഴിച്ചുകൂട്ടാൻ ഉള്ളതല്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദൗത്യ സംഘങ്ങളെ നിയോഗിക്കുമ്പോൾ, മറ്റുള്ള രാജാക്കന്മാരുമായി ചർച്ച ചെയ്യാനുള്ള ആളുകളെ പറഞ്ഞയക്കുമ്പോൾ, പോരാട്ട സംഘങ്ങളെ പറഞ്ഞയക്കുമ്പോൾ ഒക്കെ രാവിലെ പറഞ്ഞയക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. എപ്പോഴും രാവിലെയാണ് നിവേദക സംഘങ്ങളെ പ്രതിനിധികളായി മറ്റ് രാജ്യങ്ങളിലേക്ക് അയക്കുമ്പോൾ രാവിലെയാണ് പറഞ്ഞയക്കുക. കാരണം രാവിലെയുള്ള പുറപ്പാടിൽ സുബ്ഹിന്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഈ പറയുന്ന സകല ശ്രേഷ്ഠതകളും സമ്പാദിച്ചുകൊണ്ട് ഏത് ഇരുളുകൾക്ക് ശേഷവും വെളിച്ചമുണ്ട് എന്ന ബോധം നൽകിക്കൊണ്ട് ഒരു സംഘം പുറപ്പെട്ടാൽ ആ സംഘം വിജയിക്കാതിരിക്കുകയില്ല എന്ന സന്ദേശമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൂടെ സമ്മാനിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ അതിക്രൂരന്മാരായ ശത്രുക്കളിൽ നിന്ന് ഉത്തമരായ പ്രവാചകന്മാർ, പല പ്രവാചകന്മാരെയും രക്ഷപ്പെടുത്തിയ നേരമായി സുബ്ഹിന്റെ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. സഡോമിസ്റ്റുകളായ ലൈംഗിക വൈകൃതക്കാരായ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമുദായം, ആ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തിന്റെ സവിശേഷത പറയപ്പെട്ടത് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു തരുന്നത്, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അതിഥികളായി എത്തിയ ആളുകളെ പോലും ലൈംഗികമായി ദ്രോഹിക്കാൻ ശ്രമിച്ച സമൂഹം എന്നാണ്. അങ്ങനെയുള്ള ആ സമൂഹത്തിന്റെ ഷെറിൽ നിന്ന് ലൂത്ത് നബി അലൈഹിസ്സലാമിന് അള്ളാഹു രക്ഷ നൽകിയതിനെ കുറിച്ച് പറയുന്നിടത്ത് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, ഇന്ന മൗഇദഹുമുസ് സുബ്ഹ്, ഒരു പ്രഭാതം വരാനുണ്ട്. അലൈസ സുബ്ഹു ബിഖരീബ്, പ്രഭാതം വളരെ അടുത്തല്ലേ, ഓരോ രാവിന്റെയും ഉടനെ പ്രഭാതം വരുന്നില്ലേ? അതുകൊണ്ട് ഭയപ്പെടേണ്ട. ലൂത്ത് നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു പറയാൻ, അങ്ങ് ഭയപ്പെടേണ്ടതില്ല. അങ്ങനുഭവിക്കുന്ന അങ്ങയുടെ പ്രബോധിത സമൂഹത്തിൽ നിന്ന് അങ്ങനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന്
അള്ളാഹു മോചനം നൽകുന്നത് ഒരു പ്രഭാതത്തിലായിരിക്കും എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. സമൂദ് ഗോത്രത്തെ അവരുടെ ഷർറിൽ നിന്ന് സ്വാലിഹ് നബി അലൈഹിസ്സലാമിനെ രക്ഷിച്ച നേരത്തെ കുറിച്ച് പറയുന്നിടത്തും അവരെ പിടികൂടിയത് മുസ്ബിഹീൻ, പ്രഭാത നേരത്തായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമിനെ ഫിർഔനിൽ നിന്ന് രക്ഷിച്ചതിനെ കുറിച്ച് പറയുന്നിടത്തും ഫഅത്ബഉഹും മുശ്രിഖീൻ, സൂര്യോദയത്തിന്റെ നേരത്തായിരുന്നു എന്ന് പറയുന്നുണ്ട്. സകലമാന തിന്മകളിൽ നിന്നും മഹത്തുക്കളായ ആളുകൾക്ക് അല്ലാഹു രക്ഷ നൽകിയ ഒരു നേരമാണ് പ്രഭാതം എന്ന് പറയുന്നത്. വൽ ആദിയാതി ലബ്ഹ ഫൽമൂരിയാതി ഖദ്ഹ ഫൽമുഗീറാതി സുബ്ഹ എന്ന് പറയുന്നിടത്ത് ആക്രമണം നടത്തി ശത്രുക്കളെ പരാജയപ്പെടുത്താൻ വേണ്ടി കുതിരകൾ തയ്യാറായ നിമിഷത്തെ കുറിച്ച് പറയുന്നിടത്തും ഫൽമുഗീറാതി സുബ്ഹ, പ്രഭാത നേരത്ത് ആക്രമണം നടത്താൻ സാധിക്കുന്ന കുതിരകൾ എന്ന് പറഞ്ഞ് അല്ലാഹു യുദ്ധകളത്തിൽ പങ്കെടുക്കുന്ന കുതിരകളെ വിശേഷിപ്പിക്കുന്നിടത്തും പ്രഭാതത്തിന്റെ പ്രാധാന്യം പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഒട്ടേറെ പ്രാധാന്യമുള്ള ഒട്ടേറെ വിശേഷങ്ങൾ പറയാനുള്ള ഒരു നേരമാണ് ഓരോ പ്രഭാതവും. അതുകൊണ്ട് പ്രഭാതം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസിയായ പുരുഷനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും പള്ളിയിലെത്താനുള്ള സമയമാണ്. മലക്കുകൾ പള്ളിയിൽ കാത്തിരിപ്പുണ്ടാകും. രാത്രിയിലെ മലക്കുകളും പകലിലെ മലക്കുകളും ഒരുമിച്ച് സമ്മേളിക്കുന്ന ഒരു നിമിഷമാണ് സുബ്ഹിന്റെ ജമാഅത്ത്. രാത്രിയിൽ ചുമതലയുള്ള മലക്കുകൾ വരും, പകലിൽ ചുമതലയുള്ള മലക്കുകളും വരും. അവരിരുവരുടെയും രണ്ട് വിഭാഗം മലക്കുകളുടെയും അനുഗ്രഹത്തിന് പങ്കെടുക്കുന്ന ആളുകൾക്കൊക്കെ സൗഭാഗ്യം ലഭിക്കുന്ന ജമാഅത്തായതുകൊണ്ട് കൂടിയാണ് ഒരു ദിവസത്തെ നിസ്കാരങ്ങളിൽ 5 നേര നിസ്കാരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായ ജമാഅത്ത് നിസ്കാരം സുബ്ഹ് ആയിട്ടുള്ളത്. അത് വെള്ളിയാഴ്ചയിലെ ജുമുഅ നിസ്കാരത്തെക്കാൾ ഉപരി ജമാഅത്ത് ശ്രേഷ്ഠതയുള്ള നിസ്കാരം വെള്ളിയാഴ്ചയുടെ സുബ്ഹ് നിസ്കാരമാണ് എന്ന് നമ്മൾ അറിയുന്നിടത്താണ് ഇന്ന് പള്ളിയിലെത്തിയിട്ട് സുബ്ഹ് നിസ്കരിച്ച ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ എത്ര പേരുണ്ട് എന്ന ചോദ്യം പ്രസക്തമാകുന്നത്. ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇസ്രാ പറയുന്ന ഒരു വചനമാണ്. തീർച്ചയായും ഇന്ന ഖുർആനൽ ഫജ്ർ, സുബ്ഹ് നിസ്കാരത്തിൽ ഇമാം ഖുർആൻ ഓതുന്ന നിമിഷം കാന മശ്ഹൂദ, അത് മശ്ഹൂദായ നേരമാണ്. തശ്ഹദുഹു മലായികത്തും ബില്ലൈൽ വമലായികത്തും ബിന്നഹാർ, പകലിലെ മലക്കുകളും രാത്രിയിലെ മലക്കുകളും കേട്ടാസ്വദിക്കുന്ന ഖുർആൻ പാരായണമാണ് സുബ്ഹ് നിസ്കാരത്തിൽ ഇമാം ഓതുന്ന ഖിറാഅത്ത് എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രായിലൂടെ നമ്മളോട് വിളിച്ചു പറയുന്നു. അതുകൊണ്ട് ആ അവസരം എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ നഷ്ടപ്പെടുത്തിക്കൂടാ. ആ അവസരം എല്ലാ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളവും ജോലി തിരക്കുകളില്ലാത്ത, മറ്റേർപ്പാടുകളൊന്നുമില്ലാത്ത, വീട്ടിലൊരു ചടങ്ങ് സംഘടിപ്പിക്കാൻ സാധ്യതയില്ലാത്ത ഒരു നേരമാണ് സുബ്ഹിന്റെ നേരം എന്നത്. പൊതുവെ എല്ലാ ആളുകൾക്കും പങ്കെടുക്കാൻ സാധിക്കുന്ന ഒരു ജമാഅത്ത് നിസ്കാരം കൂടിയാണ് സുബ്ഹ് എന്ന് പറയുന്നത്. ഒന്ന് ശ്രമിച്ചാൽ നമ്മുടെ ദിവസം ഉടനീളം ബർക്കത്തുള്ളതാവാൻ, നമ്മുടെ ജീവിതം ഉടനീളം പ്രതീക്ഷാ നിർഭരമാവാൻ കാരണമാകുന്ന അതിവിശിഷ്ടമായ ബർക്കത്ത് നൽകപ്പെട്ടുവെന്നും ബർക്കത്ത് കൊടുക്കണേ എന്നും ഒക്കെ പ്രാർത്ഥനയായും പ്രസ്താവനയായും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ നേരത്തെ നമ്മൾ ആരും നഷ്ടപ്പെടുത്തിക്കൂടാ. മഹാന്മാർ അതിനെ ഉപയോഗപ്പെടുത്തിയിരുന്നു. ഈ ഉമ്മത്തിൽ ഉണ്ടായ ബിദ്അത്തുകളെ കുറിച്ച് പോലും ചർച്ച ചെയ്യുമ്പോൾ, ഈ ഉമ്മത്തിൽ ഉണ്ടായ പലതരം വിശ്വാസ വ്യതിയാനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പണ്ഡിതന്മാര് പറയാറുണ്ട്, സുബ്ഹിന്റെ ജമാഅത്തിന് പള്ളിയിലെത്താതെ പോവുക എന്നത് വിശ്വാസ കാപട്യത്തിന്റെ അടയാളമായിട്ടായിരുന്നു ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നത് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം. സുബ്ഹിന്റെ ജമാഅത്തിന് ആരെങ്കിലും പള്ളിയിൽ എത്തിയില്ലായിരുന്നെങ്കിൽ അസഅ്നാ ബിഹിൽ ലന്ന, അയാളെ കുറിച്ച് ഞങ്ങൾ തെറ്റിദ്ധരിക്കുമായിരുന്നു, അയാളിൽ വിശ്വാസ കാപട്യമുണ്ടോ എന്ന്. ബാക്കിയുള്ള ജമാഅത്തുകൾ പല തിരക്കുകളിലായിരിക്കാം, പല പ്രദേശങ്ങളിലായിരിക്കാം. പക്ഷെ എല്ലാവരും പൊതുവെ വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന, വീട്ടിനടുത്ത പള്ളിയിലേക്ക് എപ്പോഴും എല്ലാവർക്കും എത്തിച്ചേരാൻ കഴിയുന്ന, ഓരോ ദിവസവും ഹജ്ജ് ചെയ്യുന്ന, ഉംറ ചെയ്യുന്ന പ്രതിഫലം സ്വായത്തമാക്കാൻ സാധിക്കുന്ന, ഓരോ ദിവസത്തിന്റെയും ബറക്കത്ത് സമ്പൂർണമായും സമ്പാദിക്കാൻ സാധിക്കുന്ന വിശിഷ്ടമായ നേരത്ത് വീട്ടിൽ തന്നെ നേരം കഴിച്ചു കൂട്ടുക, ആ നേരത്തെ അലസമായി കാണുക എന്നത് വിശ്വാസ കാപട്യത്തിന്റെ ലക്ഷണമായിട്ടായിരുന്നു ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നത് എന്നാണ് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ നമ്മളോട് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് അതിനെ ലാഘവത്തോടെ കാണുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ വളരെ ശ്രദ്ധയോടെ ആ നേരത്തെ ഉപയോഗപ്പെടുത്തണം. ലോകത്ത് വിശ്വാസികളല്ലാത്ത വിജയികളുടെ ചരിത്രം എടുത്തു നോക്കിയാലും പള്ളിയിൽ വെച്ച് അത്തരം ആളുകളെ പരാമർശിക്കുക എന്നത് അനുചിതമായത് കൊണ്ടാണ് ഞാൻ പറയാത്തത്. വിജയികളായിട്ടുള്ള ആളുകളുടെ ചരിത്രം
നമ്മളെടുത്ത് പരിശോധിച്ചാൽ അവരെല്ലാവരും നേരത്തെ ഉണർന്ന് നേരത്തെ കാര്യങ്ങൾ ചെയ്യുകയും ഇന്നത്തെ ദിവസം എന്തൊക്കെ ചെയ്യണമെന്ന് തീരുമാനിക്കുകയും ചെയ്തവരായിരുന്നു. ഇന്ന് ജീവിച്ചിരിക്കുന്ന മതമുള്ളവരും മതമില്ലാത്തവരുമായ ജീവിത വിജയം, ഭൗതികമായ തന്നെ ജീവിത വിജയം നേടിയിട്ടുള്ള ആളുകൾ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുന്നിടത്താണ് ഈ നേരം പ്രധാനമാണ്. എല്ലാ നേരവും പടച്ചറബ് തന്നതാണെങ്കിലും സുബ്ഹ് തനഫുസാകുന്ന നേരം എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ രീഹു സബ എന്ന് പറയുന്ന മനോഹരമായ ഒരു കാറ്റ്. മാത്രമല്ല യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുമ്പോൾ അദ്ദേഹം ആ നേരത്ത് പടച്ചറബ്ബേ, ലോകത്ത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, വേദനകൾ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നേരങ്ങളിൽ നീ എപ്പോഴും ബർക്കത്ത് കൊടുക്കണേ എന്ന് പൊട്ടക്കിണറ്റിൽ തന്റെ സഹോദരങ്ങളാൽ എറിയപ്പെട്ട ഒരു നിമിഷത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം അദ്ദേഹത്തെ രക്ഷിക്കാൻ വന്ന നേരത്ത് ജിബ്രീൽ അലൈഹിസ്സലാമും അദ്ദേഹവും പരസ്പരം ദുആ ചെയ്ത് ആമീൻ പറഞ്ഞ പ്രാർത്ഥനയായി കൂടി തഫ്സീറുകളിൽ ഈ സുബ്ഹിന്റെ നേരത്ത് ആളുകൾക്ക് പ്രയാസം തീർത്തു കൊടുക്കണേ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മഹാന്മാർ പറയാറുണ്ട്, സുബ്ഹിന്റെ നേരത്ത് ഏത് പ്രയാസം അനുഭവിക്കുന്ന ആളുകളാണെങ്കിലും ഏത് രോഗികളാണെങ്കിലും ആ സമയത്ത് ചെറിയൊരു ആശ്വാസം ഉണ്ടാകുമെന്നാണ്. ഏതാളുകൾക്കും ബാക്കിയുള്ള നേരങ്ങളിൽ ഉള്ളതുപോലുള്ള പ്രയാസം സുബ്ഹിന്റെ നേരത്തുണ്ടാവില്ല. കാരണം അത് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയുടെ കൂടി ഉത്തരമാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രാർത്ഥനയുടെ ഉത്തരമാണ്. പരിശുദ്ധ ഖുർആൻ പലതവണകളിലായി സത്യം ചെയ്ത് നമുക്ക് പഠിപ്പിച്ചു തന്ന പാഠമാണ്. മാത്രമല്ല അഊദു ബിറബ്ബിൽ ഫലഖ് എന്ന് പറഞ്ഞ അല്ലാഹു നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിടത്തും റബ്ബിന്റെ വിശേഷണമായി പറഞ്ഞിട്ടുള്ളത് റബ്ബുൽ ഫലഖ് എന്ന് പറയുന്ന ആ വിശേഷണമാണ്. അതുകൊണ്ട് ആ നേരത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഒട്ടേറെ ദിക്റുകളുണ്ടല്ലോ, ഒട്ടേറെ ദിക്റുകളുണ്ട്. സുബ്ഹിന് ശേഷം ഇരുന്ന് ദിക്റുകളൊന്നും അറിയില്ലെങ്കിൽ ഖുർആനിലേക്ക് വെറുതെ നോക്കിയിരിക്കുക, ഓതാൻ അറിയുന്നവർ ഓതുക. അതാണല്ലോ ഏറ്റവും വലിയ ദിക്ർ. അള്ളാഹുവിന്റെ കലാമ് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്ർ എന്ന് മനസ്സിലാക്കി കുറെ നേരം ഖുർആൻ ഓതുക. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം എന്ന ഖുർആനിലെ സൂറത്ത് തൗബയിലെ അവസാന ഭാഗത്ത് ഒരു പരാമർശമുണ്ട്. രാവിലെ 7 തവണ ആരെങ്കിലും അത് പാരായണം ചെയ്യാൻ കഴിഞ്ഞാൽ കഫാഹുമാ അഹമ്മ, 7 തവണ പാരായണം ചെയ്യുന്നവന് അന്നത്തെ ദിവസത്തിൽ അവനെ ബാധിക്കുന്ന ഏതൊക്കെ പ്രയാസങ്ങളുണ്ടോ ആ പ്രയാസങ്ങൾക്ക് മുഴുവൻ പൂരണമായി ആ 7 വാക്കുകൾ മതി, 7 തവണ ആവർത്തിക്കപ്പെടുന്ന ആ ഒരു വാക്ക് മതി എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് സൂറത്ത് തൗബയിലെ അവസാനത്തെ ഭാഗത്തെ കുറിച്ചാണ്. അത് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു നൽകിയ നിർദ്ദേശമാണ്. ഫഇൻ തവല്ലൗ ഫഖുൽ, ആളുകളെല്ലാവരും അങ്ങയെ വിട്ട് പിരിഞ്ഞു പോയാൽ, ആരും അങ്ങയോടൊപ്പം ഇല്ലാത്ത സാഹചര്യം വന്നാൽ പോലും അങ്ങ് പറയണം ഹസ്ബി അല്ലാഹു, എനിക്ക് എന്റെ റബ്ബ് മതി എന്ന് പറയണം. ലാ ഇലാഹ ഇല്ലാഹു, അവൻ മാത്രമേ അർഹതയോട് ആരാധിക്കപ്പെടുന്നവനുള്ളൂ എന്ന് പറയണം. അലൈഹി തവക്കൽതു, എല്ലാ കാര്യവും ഞാൻ അവന്റെ മേൽ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറയണം. വഹുവ റബ്ബുൽ അർശിൽ അദീം, ഉന്നതമായ അധികാരസ്ഥാനത്തിന്റെ അധിപൻ അവനാണ് എന്ന് പറയണം. അതൊരു ബോധമാണ്, അതൊരു ബോധ്യം കൂടിയാണ്, വിശ്വാസിയുടെ ബോധ്യമാണത്. എല്ലാം ഏൽപ്പിക്കാൻ എനിക്ക് ഒരു റബ്ബുണ്ട് എന്ന്, അവൻ ഉന്നതമായ അധികാരത്തിന്റെ അധിപനാണെന്ന്, അവൻ ബറക്കത്ത് നൽകിയ ഒരു നേരത്താണ് ഞാനിത് അവന്റെ നിർദ്ദേശപ്രകാരം, അവന്റെ പ്രവാചകന്റെ നിർദ്ദേശപ്രകാരം ചൊല്ലിത്തീർക്കുന്നത് എന്ന വിചാരത്തിൽ ചെല്ലാനും ദിക്റുകളിലായി മുഴുകാനും ഒക്കെയുള്ള നേരമായി സുബ്ഹിന്റെ നേരത്തെ പ്രഭാതങ്ങളെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു തരുന്ന വിശിഷ്ടമായ നേരങ്ങളെ അല്ലാഹുവിന്റെ പ്രീതിയിലായി ഉപയോഗപ്പെടുത്തുകയും അല്ലാഹുവിന്റെ പ്രതിഫലം അവങ്കൽ നിന്ന് പരമാവധി സ്വായത്തമാക്കുകയും ചെയ്യുന്ന ഒരു ജീവിതം നയിക്കാൻ നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.